നമ്മളെ സ്റ്റെപ്പിൻ്റെ പ്രശ്നം തീർന്നു. അപ്പോൾ പിന്നെ ഇനി ആൾക്കാർക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു സ്റ്റെപ്പ് പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് റൂമിൽ നിന്ന് വരുമ്പോൾ തട്ടിത്തടഞ്ഞ് വീഴൂലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് റൂമിൽ നിന്ന് വരുന്നതല്ല. ഇതേ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഈ റൂമിൽ നിന്ന് ഇങ്ങോട്ട് പാസേജ് ആയിട്ട് വരുന്നതാണ്. ഒരു പാസേജ് ആയിട്ട് വരുന്ന ഏരിയയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിസൈൻ വർക്ക് കാര്യങ്ങളൊക്കെ വരും ഈ ഇൻറ്റീരിയൽ വരുമ്പോൾ. അതൊക്കെ ആ രീതിക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഏരിയയിൽ ഈ ഏരിയ കുറച്ചൊരു വലുപ്പത്തിൻ്റെ വ്യത്യാസം വന്നുകൊണ്ടാണ്, അവിടെ ലാൻഡിങ്ങിൻ്റെ ചെറിയ പ്രശ്നം വന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു സ്റ്റെപ്പ് കൂട്ടിയത്. കാരണം എന്താ വെച്ചാൽ മൊത്തം 11 സ്റ്റെപ്പ് ഉണ്ട്. ഇപ്പോൾ ഈ 10 സ്റ്റെപ്പിൽ 2 സെൻറ്റിമീറ്റർ വീതം ഹൈറ്റ് കൂട്ടി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ചോദിച്ചു, ഇങ്ങനെ 2 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൂട്ടണം വെച്ചു. അപ്പോൾ അത് വേണ്ട, ഒരു സ്റ്റെപ്പ് പുറത്തേക്ക് നിന്നാലും കുഴപ്പമില്ല, പക്ഷേ നമുക്ക് സ്റ്റെപ്പിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അളവ് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പൊക്കെ കറക്റ്റായിട്ട് നമ്മൾ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പോയി കാണാം. സ്റ്റെപ്പ് ഇങ്ങനെ മുകൾക്കൊക്കെ അതിൻ്റെ വർക്കൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് സ്റ്റെപ്പിൻ്റെമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് സ്റ്റെപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ എല്ലാവർക്കും സംശയങ്ങളും കാര്യങ്ങളൊക്കെ മാറി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത വിഷയവുമായിട്ട് എന്താണ് സംഭവം എന്നുള്ളത് ചോദിച്ചോളും. അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ വീഡിയോ ഞാൻ നാളെ വിശദമായിട്ട് പറഞ്ഞു.